സ്ത്രീകളോട് പരസ്യമായി ലൈംഗിക ചേഷ്ട കാട്ടിയ ഒരുത്തന് മാധ്യമങ്ങൾ വെള്ളപൂശിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആര്യ രാജേന്ദ്രൻ എന്ന സ്ത്രീ ഒരു ഇടതുപക്ഷക്കാരി ആയതുകൊണ്ട് മാത്രം ഭൂലോക അലവലാതിയായ ഒരു ഡ്രൈവർക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന സ്പേസും അയാൾ എത്ര മഹാനാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി നടത്തിയ ആ പ്രതികരണം ഒന്ന് കേട്ടെ. മദ്യപിക്കുന്നവരുടെ കൂടെ ഇരിക്കും, സംസാരിക്കും. അവർ കപ്പലണ്ടിയും മിച്ചറും വാങ്ങിക്കും, ബെറോട്ടയൊക്കെ വാങ്ങിച്ചു കഴിച്ചാൽ ഞാൻ അത് കഴിക്കേ ഉള്ളൂ. അത് മദ്യപാനമല്ല, ബെറോട്ട ഇറച്ചിയും കഴിക്കും, അല്ലാതെ സവനപ്പ് കുടിക്കും, അല്ലാതെ ആപ്പി ഫീസ് പിടിക്കും. ഇതൊക്കെയാണ് എൻ്റെ ശീലം എന്ന് പറയണത്. മദ്യപാനമല്ല. ബിസ്ക്കറ്റ് തിന്നും, കപ്പലണ്ടി തിന്നും, കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചു വെച്ചിരിക്കും, ഉറക്കം വരാതെ ഇരിക്കുക, അങ്ങനെ കഴിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. അയ്യോ, എത്ര നിഷ്കളങ്കൻ! വെള്ളം കൊടുത്ത് അവൻ ചവച്ചേ കുടിക്കും. അത്രമാത്രം വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു പാവ യദു എന്ന സംഘിപുത്രൻ. ഈ സംഘിപുത്രന്റെ പേരിൽ 3 FIR ഉണ്ട്. 2 റാഷ് ഡ്രൈവിങ്ങിലും മറ്റൊന്നാണ് ബഹുക്കേമം. ആ ബഹുക്കേമമായിട്ടുള്ള കേസിന്റെ വിവരങ്ങൾ അറിയാമോ? ഒന്ന് കേട്ടെ. നോക്കൂ, ഈ പറയുന്ന ബസ് ഡ്രൈവർക്കെതിരായിട്ടുള്ള ഒരു FIR ഞാൻ വായിച്ചു തരാം. കുറച്ച് ഭാഗം വായിക്കാൻ കഴിയുള്ളൂ, കുറച്ച് ഭാഗം വായിക്കാൻ പറ്റുള്ളൂ. പ്രതി പൊതുസ്ഥലത്ത് വെച്ച് ആവലാതിക്കാരിയുടെ അന്തസ്സിന് ഹാനികരമാകുന്ന വിധം അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും ലൈംഗിക ആവശ്യങ്ങൾക്ക് ക്ഷണിക്കുകയും മാനത്തെ അധിക്ഷേപിക്കുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടുകൂടി 30/3/2017 17:15 മണിക്ക് നേമം വില്ലേജിൽ നേമം വാർഡിൽ പൊതു റോഡിൽ വെച്ച് നടന്നു വരികയായിരുന്ന ആവലാതിക്കാരിയെ പ്രതി തടഞ്ഞു നിർത്തി ടിയാൻ്റെ ഡാഷ് ഊരി ആവലാതിക്കാരിയെ കാണിക്കുകയും നിന്നെ കാണാൻ കൊള്ളാം, എനിക്ക് നിന്നെ ഒന്ന് ഡാഷ്, ആരുമില്ലാത്ത സമയം ഞാൻ വീട്ടിലോട്ട് ഇതാണ് ഒരു FIR. ഈ FIRലെ കാര്യങ്ങൾ ഉള്ള ഒരാളാണ് ഇവിടെ ഒരു മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സച്ചിൻ ദേവ് എന്ന് പറയുന്ന അവരുടെ കുടുംബാംഗങ്ങളോട് സമാനമായ വിധത്തിൽ കാണിച്ചിട്ടുള്ളത്. റാഷ് ഡ്രൈവിങ്ങിന് 2-3 FIR ഉണ്ട്. ആഹാ, എത്ര മനോഹരമായിട്ടുള്ള സ്വഭാവം! വഴിവക്കത്ത് വെച്ച് സ്ത്രീക്ക് മുണ്ടുപൊക്കി ദർശനം കൊടുത്ത ആ മഹാൻ ദർശനമല്ലേ കൊടുത്തത്? എന്ത് കുഴപ്പം? അതൊരു തെറ്റാണോ? ഇതിപ്പോ BJP നേതാക്കന്മാരെയോ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാരെ കാണിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. അവർക്കിതൊക്കെ ഒരു സ്വാഭാവിക സംഭവമല്ലേ? പയ്യന്മാരല്ലേ, ഇതൊക്കെ തന്നെയല്ലേ കാണിക്കേണ്ടത്? ഇവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ നടന്നു വന്നാൽ ഇങ്ങനെ ഒരു FIR ഉള്ള ഒരു സംഭവം കാണിച്ചു കൊടുത്താൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുക്കും. വേണമെങ്കിൽ ആരാണോ ആ കാഴ്ച കണ്ടത് അവരോട് ഒരു സുരേഷ് ഗോപി സ്റ്റൈലിൽ ആ സ്ത്രീയോടൊന്ന് പ്രവർത്തിച്ചിട്ട് പൊയ്ക്കോ എന്നുള്ള ലൈസൻസും കൂടി കൊടുക്കുന്ന കേരളത്തിലെ പൊന്നോമന മക്കളാണ് സംഘികളെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എന്തൊരു ന്യായീകരണം! ഭൂലോക അലവലാതി എന്ന് ആ FIR തന്നെ തെളിയിക്കുകയാണ്. 2017 ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പുറത്തു വന്നിട്ടില്ലല്ലോ ഈ മഹാൻ. സ്ത്രീയെ അസഭ്യം പറയുക, സ്ത്രീകളോട് മോശമായി പെരുമാറുക എന്ന ബാക്ക് ഹിസ്റ്ററി ഉള്ള ഒരുത്തൻ ഇത് കാണിക്കില്ലെന്ന് കേരളത്തിലെ മാപ്രകൾ അങ്ങ് ഉറച്ചു വിശ്വസിക്കുകയാണ്. നിങ്ങളെ മാപ്രകൾ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് സംഘികളുടെ പൃഷ്ഠം താങ്ങികൾ എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഇതിന്റെ പേരും മാധ്യമപ്രവർത്തനം. നെറുകേട് കാട്ടി ചോദ്യം ചെയ്യപ്പെട്ടാൽ ആ ചോദ്യം ചെയ്യുന്ന വ്യക്തിയെ നോക്കും. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണോ? അത് ആര്യ രാജേന്ദ്രൻ ആയിരുന്നാലും ശരി, വീണ ജോർജ് ആയിരുന്നാലും ശരി, ഇവിടത്തെ സംഘി കൊങ്ങികളുടെ എല്ലാം കുരുട്ടു ബുദ്ധിയിലൂടെയുള്ള ചില വെള്ളപൂച്ചൽ അങ്ങോട്ട് അരങ്ങേറും. അതിനൊത്ത് തുള്ളിച്ചാടുന്ന കുറെ മാപ്രകളും. അവന്മാരുടെ സർട്ടിഫിക്കറ്റ് ഈ നാട്ടിൽ വേണ്ടെന്നേ. തെമ്മാടിത്തം കാണിച്ചാൽ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ പ്രവർത്തിച്ചെന്ന് വരും. അവിടെ സീബ്ര ലൈൻ വണ്ടിയുടെ മുന്നിൽ ക്രോസ് ചെയ്തു, അതൊക്കെ കാണിച്ചെന്നിരിക്കും. അതൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ പ്രതികരണ ശേഷി എന്ന് പറയുന്നത്. എന്ത് തെമ്മാടിത്തം ഇവിടെ ഏത് സംഘിക്കും കാണിക്കാം. അതിന് കുഴലൂത്ത് നടത്തുന്ന മാപ്രകളും അതിന് കുഴലൂത്ത് നടത്തുന്ന കുറെ അരിക്കൊമ്പൻ ഫാൻസും റോബിൻ ഫാൻസും ചട്ടിമറിയ ഫാൻസും ഗവർണർ ഫാൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പോടാ പുല്ലെന്ന് തന്നെ ഈ നാട് പറയും. വളരെ ശക്തമായി മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ കൊണ്ടു നടക്കുന്ന ഒരുത്തനും കാണില്ല, ഇന്നലെ കൊണ്ടു നടന്നവരും കാണില്ല. ഈ പറയുന്നവൻ തേരാപ്പാര കോടതി വരാന്തകളിൽ കിടന്ന് അലഞ്ഞ് അവന്റെ ജീവിതം തുലയാൻ പോകുന്നു എന്നതിനപ്പുറം ഒരു ചുക്ക് സംഭവിക്കില്ല തന്നെ.